സ്വന്തം ആവശ്യത്തിന് നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചേക്കണ സൂപ്പർ ഒരു വീടാണ് കേട്ടോ. എൻ്റെ മുറ്റത്ത് തന്നെ അത്യാവശ്യം മാവും അതൊക്കെ നല്ല പടനൊക്കെ മൂവാണ്ടൻ മാവുണ്ട്. ആണ്ടിൽ 3 പ്രാവശ്യം ഉണ്ടാകണം വാങ്ങിയത്. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 നിലക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടേക്കണം. അത്രയും സെറ്റപ്പിലാണ് വീട് പണിതേക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞു അത്ര സ്ട്രോങ് ആണെന്നാണ് ഉദ്ദേശിച്ചത്. മുറ്റത്തിൻ്റെ പറ്റാത്ത കിണറുണ്ട്. എൻ്റെ സിറ്റ് ഔട്ടൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. അകത്ത് കാണണം നിങ്ങൾ. എല്ലാ ഫർണിച്ചറും കേട്ടോ. ഫർണിച്ചർ 1-2 ഫർണിച്ചർ വെച്ച് ബാക്കി എല്ലാം അടക്കമുണ്ട ഈ വീടിൻ്റെ വിൽപ്പന. കേട്ടോ സിറ്റ് ഔട്ടൊക്കെ മൊത്തം ഗ്രാനൈറ്റ് കണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റാണ്. എല്ലാവരും അപ്പോൾ ലൈക്ക് അടിക്കുക. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. കണ്ടോ എന്താ ഒരു സെറ്റപ്പ് നോക്കി. ഇതിനകത്ത് നിന്ന് എടുക്കണം ഫർണിച്ചർ 2 സോഫ സെറ്റും 2 കട്ടിലും മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല നല്ല വലിപ്പമുള്ള സെറ്റപ്പിലാണ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയാം. കാരണം വൈറ്റ് കളറാണ് കൊടുത്തേക്കണേ കംപ്ലീറ്റ്. വാളും ഫ്ലോറൊക്കെ വൈറ്റാണ് കൊടുത്തേക്കണം. എന്താ പറയുക മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് ഫ്ലോറൊക്കെ ഉപയോഗിച്ചാണ്. അതായത് ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കുള്ളേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡാണ്. അതേപോലെ ബാക്കിലോട്ട് ഇറങ്ങാനുള്ളത്. ബാക്കിലുണ്ട് കുറച്ച് സ്ഥലം. അപ്പോൾ സ്ഥലത്തിനൊന്നും ഒരു കുറവുമില്ല. ഇത് ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട് കേട്ടോ. ബെഡ്റൂമൊക്കെ ഉണ്ട്. എന്ത് നീറ്റ് ആൻഡ് ക്ലീനും എന്ത് സൗകര്യമാണെന്ന് നോക്കി. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടല്ലേ. കാരണം നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. കാരണം വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മൾ ഓൾ കേരളയാണ് വീഡിയോ ചെയ്യണം. കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് എപ്പോഴാണ് ഒരു വീട് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഉണ്ടായത്. 2ാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ബാത്റൂം, ഡ്രസ്സിങ് ഏരിയ, ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക. ഇതൊക്കെ ഇനി അടുത്ത അത് പോയി കാണാം. ഇത് താഴത്തെ ഫ്ലോറിൽ തന്നെ 3 ബെഡ്റൂം ഉണ്ടല്ലോ. പിന്നെ മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ 2 മൊത്തം 5 ബെഡ്റൂമാണ് അവിടെ. ഏരിയ ഒക്കെ ഉണ്ടായി. എന്താ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. എന്നാലേ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. അത്രയും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പം നല്ല സൗകര്യമാണ്. നല്ലൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഒരു കിച്ചൺ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിയും. അപ്പോഴൊക്കെ ആരെങ്കിലും അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. വില കുറഞ്ഞ വീടുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സെയിലായി പോവും. നിങ്ങളുടെ 2 കിച്ചണും കണ്ടില്ലേ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ കാണാനുണ്ട്. നമുക്ക് മുകളിലത്തെ ഫ്ലോർ കിട്ടുക. മുകളിലത്തെ ഫ്ലോർ നമുക്ക് പുറത്തുനിന്നാണ്ട് അതിന് ഇത് സ്റ്റെയർ കേസ് കൊടുത്തേക്കണം. കാരണം മുകളിലത്തെ റെൻറ്റിന് കൊടുക്കാനുള്ള ഒരു കണ്ടീഷനല്ലേ. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ പേട്ട മെട്രോൻ്റെ അടുത്താണ്. തൃപ്പൂണിത്തുറ പേട്ട മെട്രോൻ്റെ അടുത്ത്. അപ്പോൾ മുകളിലത്തെ നില വാടക കൊടുത്താൽ നല്ലൊരു പൈസ വാടക തന്നെ കിട്ടും. റെൻ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഫോറം മാളിലോട്ടൊക്കെ 1 കിലോമീറ്ററേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇതാണ് മുകളിലത്തെ ഹാള്. ഇവിടെ തന്നെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാതെ. എൻ്റെ വാഷ് കൗണ്ടർ ഏരിയ, എൻ്റെ ഫസ്റ്റ് ബെഡ്റൂമൊക്കെ എല്ലാം നല്ല വലിപ്പമുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. റെൻറ്റിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം എല്ലാം നിയറസ്റ്റാണ്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഇതിനാണെങ്കിൽ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. നല്ല പോഷ് ഏരിയയാണ്. കാരണം പേട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഫോറം മാള്. പിന്നെ വേറൊരു മാളും കൂടി ഉണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെ. അതും 1 കിലോമീറ്ററൊക്കെ ഉള്ളു. അപ്പോൾ നിയറസ്റ്റ് സൗകര്യങ്ങളൊക്കെ കൂടുതലാണ് ഇനി. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം
അപ്പോൾ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,90,00,000 രൂപയാണ്. പക്ഷെ അത് നെഗോഷ്യബിൾ ആണ്ടോ, അത് നേരിട്ട് ഓണറോട് സംസാരിച്ചാൽ മതി. കാരണം ഇത് അത്രയും വലിയ വീട്, 2300 ചില സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. ആ ഒരു സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. എല്ലാം എൻ്റെ മുകളിലത്തെ കിച്ചണൊക്കെ ഉണ്ടല്ലോ, എല്ലാം നല്ല ഗ്രാൻഡായിട്ടാണ് പണിതിട്ടേക്കണം. അത്യാവശ്യം ഫർണിച്ചറും എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. വിലയും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ സംസാരിച്ചു. കാരണം ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില ഉള്ളതിന്, അതുപോലെ തന്നെ സോളാറ് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. വാട്ടർ കണക്ഷനും ഗ്യാസ് കണക്ഷനൊക്കെ ഉണ്ട്. ഗ്യാസ് കണക്ഷനും സെപ്പറേറ്റാണ്, മുകളിലത്തേക്ക് താഴത്തേക്കും സെപ്പറേറ്റാണ്. അതേപോലെ തന്നെ വാട്ടർ കണക്ഷൻ 2 ടാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ മുകളിലും ടാങ്ക്. അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ റെൻറ്റിന് കൊടുക്കാനുള്ള ഒരു ഇതിലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യേണ്ടി ഒന്നും വരില്ല. കാരണം താഴത്തെ ഒരു 3 ബെഡ്റൂം ഉള്ളാറ് നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കുക. മുകളിലത്തെ നില കണ്ട സോളാറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കറണ്ട് ബില്ലും കുറവായിരിക്കുള്ളൂ. കാരണം അവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് ടാങ്ക് ഉണ്ട്, 3 ടാങ്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ സെറ്റപ്പ്. ഈ വീട് വാങ്ങാൻ തൃപ്പൂണിത്തറ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നേരെ വന്ന് വാങ്ങിക്കുക. കാരണം എല്ലായിടത്തും പോകാനുള്ള ഇപ്പോൾ എറണാകുളത്തായാലും വൈറ്റിലായാലും എല്ലാം നിയറസ്റ്റാണ്. പിന്നെ മെട്രോ അടുത്തുള്ളതുകൊണ്ട് ഇപ്പോൾ ആലുവയൊക്കെ കാക്കനാട് എങ്ങാട് വേണമെങ്കിലും പോകാം. ഇപ്പോൾ കാക്കനാട് മെട്രോ ഒക്കെ ഈ അടുത്ത് തന്നെ റെഡിയാകും. കാക്കനാടൊക്കെ ഉണ്ടാകും. അടുത്തൊക്കെ ഉള്ള പോഷ് വീടുകളാണ്. ഈ വീടിൻ്റെ ലുക്ക് തന്നെ കണ്ടാൽ പോരെ. കാരണം ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പണിയിപ്പിച്ചേക്കാണ്. വാങ്ങിച്ചൊന്നുമല്ല, നിന്ന് പണിയിപ്പിച്ച വീടാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 നില മുകളിലോട്ട് എടുക്കാനുള്ള കണ്ടീഷനിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. അതാണ് ഈ വീടിന് ഇത്രയും വില വന്നത് തന്നെ. അപ്പോൾ അന്തും നെഗോഷ്യബിളാണ്ട. അത് നിങ്ങൾ നേരിട്ട് വന്ന് വീടൊക്കെ കണ്ട്, കാരണം നല്ലൊരു ഏരിയ. അതേപോലെ തന്നെ 7 സെൻറ്റ് സ്ഥലം എടുക്കേണ്ട, 6,800 ഉണ്ട്, 200 കുറവുള്ളൂ 7 സെൻറ്റിന്. അപ്പോൾ 7 സെൻറ്റ് ഇടയ്ക്ക് സ്ഥലവുമുണ്ട്. ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു വീടും വലിപ്പവും റെൻറ്റിനൊക്കെ കൊടുത്ത് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടണം നല്ല സെറ്റപ്പ് ഒരു വീട്. താഴത്ത് തന്നെ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. അപ്പോൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡുള്ള കാരണം ഇത്രയും സൗകര്യങ്ങളും കിട്ടണമല്ലേ നമുക്ക്. താഴത്തെ ഫ്ലോറിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂം, മുകളിൽ 2 അറ്റാച്ച്ഡ്. അപ്പോൾ മൊത്തം 5 ബെഡ്റൂമാണ് വന്നത്. 5 ബെഡ്റൂം, 2 ഹാള്, താഴെ ഡൈനിങ് ഹാൾ, അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു വീട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാരണം ഈ വീടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നൊരു അസറ്റായിരിക്കുള്ളൂ. കാരണം ഇതിനൊക്കെ വരുമാനം കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഇത് 2 ഫാമിലിക്ക് വാടക കൊടുക്കണമെങ്കിലും ചെയ്യാട്ടോ. അപ്പോൾ നല്ലൊരു പൈസ മാസം വരുമാനം കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും, കാരണം വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്കൊരു 3-4 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം അത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.